Shalom and blessings, everyone. Welcome all to another episode of Voice of Aleph. ഇന്നത്തെ വീഡിയോയിൽ ഹീബ്രു അക്ഷരമാലയിലെ 9ാമത്തെ അക്ഷരമായ ടെറ്റിനെ കുറിച്ചുള്ള വിശദീകരണമാണ്. ടെറ്റ് എന്ന അക്ഷരത്തിൻ്റെ പിക്ടോഗ്രാഫ് എന്ന് പറയുന്നത് വളഞ്ഞ ഒരു ബാസ്ക്കറ്റ് പോലെയുള്ള ആകൃതിയാണ്. ബാസ്ക്കറ്റ് എന്തെങ്കിലും സൂക്ഷിക്കാനുള്ള പാത്രം, പാമ്പ്, ചുറ്റിലകൾ അല്ലെങ്കിൽ ചുറ്റുപെടൽ, സംരക്ഷണം അല്ലെങ്കിൽ ചുറ്റുപാടുകൾ എന്നിവയൊക്കെയാണ് ടെറ്റ് എന്ന അക്ഷരത്തിൻ്റെ അർത്ഥങ്ങൾ. പ്രാചീന കാലത്ത് ടെറ്റ് എന്നത് ഒരു പാമ്പ് ബാസ്ക്കറ്റിനുള്ളിൽ ചുരുളായി കുരുങ്ങിയ രൂപം പോലെയായിരുന്നു തോന്നിപ്പിക്കുന്നത്. ടെറ്റ് എന്ന അക്ഷരത്തിൻ്റെ ആധുനിക രൂപം ഹീബ്രുവിൻ്റെ മുമ്പുള്ള 2 അക്ഷരങ്ങളായ വവും സെയിനും ചേർത്ത് രൂപപ്പെട്ടതായാണ് കണക്കാക്കുന്നത്. ഇത് പാമ്പിൻ്റെ ആകൃതിയുമായി സാമ്യമുള്ളതും ആകുന്നു. ഏർലി ഹീബ്രുവിൽ പാമ്പ് പോലെയുള്ള ഒരു അടയാളമായിരുന്നു. മിഡിൽ ഹീബ്രുവിൽ പാമ്പ് കുരുങ്ങിയ ബാസ്ക്കറ്റിനുള്ളിൽ കുരുങ്ങിയ പോലത്തെ രൂപം. ലേറ്റ് ഹീബ്രു നമ്മൾ ഇന്ന് കാണുന്ന അക്ഷരത്തിന് സാമ്യമുള്ളതായിരുന്നു. മോഡേൺ ഹീബ്രുവിൽ ഇപ്പോൾ പുസ്തകങ്ങളിലും സാങ്കേതിക ഭാഷയിലൊക്കെ ഉപയോഗിക്കുന്ന അക്ഷരമാണ് മോഡേൺ ഹീബ്രുവിൽ ഇപ്പോൾ കാണുന്നത്. ഈ ചിത്രത്തിൽ ടെറ്റ് എന്ന അക്ഷരം, അതായത് ഒരു പാമ്പ് ഒരു വസ്തുവിനെ ചുറ്റി കെട്ടിയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് പാമ്പ് തനിക്ക് തന്നെ കുരുക്കുന്നു, വേറൊരു വസ്തുവിനെയോ ഒരാളെയോ സംരക്ഷിക്കുകയോ പൂട്ടുകയോ ചെയ്യുന്നു. അതാണ് പാമ്പ് ചുറ്റി പിടിക്കുന്നതിന് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ അക്ഷരത്തിൽ നമ്മളൊരു പാമ്പിനെ പോലെ കുരുങ്ങിയ ഒരു രൂപം കാണുന്നു. പാമ്പ് സ്വയം ചുറ്റി പിടിക്കുന്നത് പോലെ ഉള്ളൊരു രൂപമാണ് ടെറ്റ് എന്ന അക്ഷരത്തിനുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഹീബ്രു ലിപിയിലെ 9ാമത്തെ അക്ഷരമായ ടെറ്റിൻ്റെ അർത്ഥവും പുരാതന രൂപങ്ങളും മാത്രം അടങ്ങുന്നൊരു ചെറിയ വീഡിയോ ആയിരുന്നു. നമ്മുടെ അടുത്ത ഹീബ്രു അക്ഷരവുമായി വീണ്ടും കാണാം. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി. ഷലോം.